ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇത് 4 ദിവസത്തെ ഒരു വ്ളോഗാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മൾ ഈ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ നാത്തൂൻ്റെ കുറ്റൂഷിയാണ്. കുറ്റൂഷ എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ വീട്ടിൽ കൂടൽ. അതിന് ഡ്രസ്സ് എടുക്കാൻ പോകാനാണ്. നമ്മൾ കല്യാൺ സിൽസിലേക്കാണ് പോയത്. അവിടുന്ന് നമ്മൾ ഫസ്റ്റ് മക്കൾക്ക് ഉടുപ്പ് നോക്കി. ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് ഈ ഉടുപ്പാണ് കേട്ടോ. ഈ ഉടുപ്പ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തതും. ഇട്ട ഡ്രസ്സ് കഴിക്കാനുള്ള മടി കൊണ്ട് അതിൻ്റെ മേലെ തന്നെ ഇട്ട അഭ്യാസമാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉടുപ്പും. പക്ഷേ നമ്മൾ ഇതെടുത്തില്ല. ഉടുപ്പിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അവിടെ. ഇത് ഇവരിപ്പോൾ ഇട്ട ഉടുപ്പിന് 800 റുപ്യ എങ്ങാനുള്ളൂ. അതുപോലെ 700, 800, 1000 ഒക്കെ റേഞ്ചിനൊക്കെ നല്ല ഉടുപ്പിൻ്റെ കളക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ട്രെൻഡ്സ് കയറി എനിക്കൊരു ചെരുപ്പ് എടുത്ത്. നല്ലൊരു ചെരുപ്പ് ഓഫർ റേറ്റിന് കിട്ടി. പിന്നെ നമ്മൾ അരുണിൻ്റെ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്തു. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മക്കളോട് അടി ഉണ്ടാക്കി ഒരു ചെറിയ പീസ് എനിക്കും കിട്ടി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വ്യാഴാഴ്ച ദിവസത്തെ വ്ളോഗാണ്. നാത്തൂൻ്റെ കുറ്റൂഷ വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ്. അതിൻ്റെ വ്യാഴാഴ്ച നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ പിക്കപ്പ് വണ്ടി എടുത്താണ് നമ്മൾ പോകുന്നത്. അവളിപ്പോൾ നിൽക്കുന്ന റെൻ്റ് ഹൗസിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കുറ്റൂഷയുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിനവളെ ഹെൽപ്പ് ചെയ്യാനും വീടൊന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ രണ്ടുപേരും കൂടി പോവാണ്. രാവിലെ തന്നെ ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം അവളുടെ നാട്ടിലെത്താൻ. പൂനൂരാണ് അവളുടെ നാട്. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു രാവിലെ. നമുക്ക് ബാലുശ്ശേരി ഒരു ഫർണിച്ചർ ഷോപ്പിലും കയറണമായിരുന്നു. കുറച്ച് ക്യാഷ് സെറ്റിൽ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. എന്നാലാണ് പണിയൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്താനാവും. ഫർണിച്ചർ കടയിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ പുതിയതായിട്ട് ഒരുപാട് സെലക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് അവൾക്ക് ഫർണിച്ചർ നോക്കാൻ പോയ സമയത്ത് ഇത്രയൊന്നും സെലക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ നമ്മൾ അവൾക്ക് കൊടുക്കുന്ന ടേബിള്. ഇതിൻ്റെ മുകളിലുള്ളത് മാർബിളാണ്. മാർബിള് 2 കോട്ടുണ്ട് കേട്ടോ. 2 ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അവളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ലോഡാക്കി. കട്ടിൽ, അലമാരി, കിടക്ക, വാഷിംഗ് മെഷീൻ. ഒരു ചേട്ടനുണ്ടായിരുന്നു ഹെൽപ്പിന്. അലമാരിക്കൊക്കെ നല്ല വെയിറ്റ് ആയിരുന്നു. ഞങ്ങൾ 4 ആൾ കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ വണ്ടിയിൽ കയറ്റിയത്. അവളെ നിൽക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് പുതിയ വീട്ടിലേക്ക്. അപ്പോൾ അവർ പിക്കപ്പ് എടുത്ത് മുന്നിലും ഞാനും അവളും 2 വീലർമേൽ പിറകിലായിട്ടാണ് പോയത്. ഇവിടെ ഇറക്കി വെക്കാൻ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പിന്. ഇതാണ് കേട്ടോ കുറ്റൂഷയുള്ള വീട്. മുറ്റത്തിൻ്റെ പണിയൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച, അതായത് ഇതിൻ്റെ പിറ്റേ ദിവസം ആണ് മഗ്‌രിബിനാണ് പാല് കാച്ചൽ ചടങ്ങ്. കുറേ സെറ്റാവാൻ ബാക്കിയുണ്ട്. ഫൈനൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെള്ളിയാഴ്ച മഗ്‌രിബിനുള്ള വീഡിയോ ആണ്. കയറിക്കൂടുന്ന വീഡിയോ ആണ്. മൗലൂദും നിസ്കാര, ബാങ്ക് കൊടുക്കൽ, പാല് കാച്ചൽ ഒക്കെ ഉള്ളതാണിത്. പാല് കാച്ചലൊക്കെ മാഷാ അല്ലാഹ് ഭംഗിയായി നടന്നു. എല്ലാവരും മാറി മാറി പാലൊക്കെ കാച്ചി. അൽഹംദുലില്ലാഹ് പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇതാണ് കേട്ടോ അവളുടെ വീട്. ഇത് ശനിയാഴ്ച ദിവസത്തെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായില്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കണമല്ലോ. അപ്പോൾ മാഷാ അല്ലാഹ് ഇതാണ് അവളുടെ വീട്. അവളുടെ ഒരു സ്വപ്ന വീടാണ് കേട്ടോ. റെൻ്റ് ഹൗസിൽ നിന്നും ഒന്ന് സ്വന്തം വീട്ടിലേക്ക് മാറണമെന്ന് അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നടന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓവർ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. വോയിസ് ഓവർ കൊടുക്കൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ ബായ്.